നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള ഭീകരതയാണ് രാജ്യത്തെ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ കശാപ്പ് ചെയ്യുന്ന സമീപനമാണ് BJP സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലയായ ലഡാക്കിനെയാണ് BJP സർക്കാരിൻ്റെ തലതിരിഞ്ഞ നയത്താൽ ഇപ്പോൾ കലാപഭൂമിയാക്കിയിരിക്കുന്നത്. കശ്മീരിനും മണിപ്പൂരിനും പിന്നാലെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് ഏതാനും ദിവസങ്ങളായി തീച്ചൂളയിലാണ്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജനാധിപത്യ അവകാശങ്ങൾക്കായുള്ള ലഡാക്കുകാരുടെ സമര പോരാട്ടത്തെ അടിച്ചമർത്തുകയെന്ന സമീപനമാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 3 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഹിമാലയൻ പർവ്വത മേഖലയായ ലഡാക്ക് 2019 വരെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് മോഡി സർക്കാർ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി. സംസ്ഥാന പദവി വൈകാതെ പുനഃസ്ഥാപിച്ച് നൽകാമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു നടപടി. കശ്മീരിൽ നിന്നും വേർതിരിച്ചതിൽ ലഡാക്കുകാർ തുടക്കത്തിൽ ആഹ്ലാദിച്ചു. BJP മുന്നോട്ട് വെച്ച വലിയ വികസന വാഗ്ദാനങ്ങളും ലഡാക്കുകാർ കണ്ണുമടച്ച് വിശ്വസിച്ചു. മേഖലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രത്യാശിച്ചു. ലേ, കാർഗിൽ എന്നീ 2 ജില്ലകളാണ് ലഡാക്കിലുള്ളത്. ഇതിൽ ലേയിൽ ബുദ്ധമത വിശ്വാസികളും കാർഗിലിൽ മുസ്ലിങ്ങളുമാണ് ഭൂരിപക്ഷം. 2014-19 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മേഖലയിൽ ആദ്യമായി BJP സ്വാധീനം ഉറപ്പിച്ചു. ഗോത്രമേഖലകൾക്ക് പ്രത്യേക സ്വയംഭരണം അനുവദിക്കും വിധം ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ലഡാക്കിനെ ഉൾപ്പെടുത്താമെന്ന വാഗ്ദാനവും ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രഭരണ പ്രദേശമാക്കി തരം താഴ്ത്തപ്പെട്ട് വൈകാതെ തന്നെ BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും ചതി ലഡാക്കുകാർ തിരിച്ചറിഞ്ഞു. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുന്ന ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ലഡാക്കിനെയും ഉൾപ്പെടുത്തുക എന്നതാണ് പ്രതിഷേധക്കാരുടെ ഒരു ആവശ്യം. പ്രത്യേക വ്യവസ്ഥ, കൂടുതൽ സ്വയംഭരണാവകാശം നൽകും. ഭൂമി, വനം, തദ്ദേശ ഭരണം എന്നിവയിൽ നിയമനിർമ്മാണത്തിനും കഴിയും. ഗോത്ര അവകാശങ്ങൾ, ആചാരങ്ങൾ, സ്വയംഭരണം എന്നിവ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. പറയൂ, കേൾക്കാൻ ഇവിടെ സർക്കാരുണ്ട് എന്ന് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണിത്. ജനങ്ങളെ കേൾക്കാൻ 2ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരുക്കുന്ന മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്റ്റഡ് സെന്റർ ആ കടമയാണ് നിർവഹിക്കുന്നത്. നയരൂപീകരണത്തിൽ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും പരാതികൾ കേൾക്കുന്നതിനുമുള്ള സ്ഥിരം സംവിധാനമായാണ് സിറ്റിസൺ കണക്റ്റഡ് സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. പരാതികളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഒരേ സമയം 10 കോൾ വരെ സ്വീകരിക്കാൻ കഴിയും. ഏതു സമയത്തും ജനങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെടാൻ ഇത് വഴിയൊരുക്കുന്നു. തദ്ദേശം, റവന്യൂ, ആഭ്യന്തരം എന്നീ വകുപ്പുകളുടെ 2ഉം മറ്റ് വകുപ്പുകളുടെ ഓരോ ഉദ്യോഗസ്ഥരും കോൾ സെന്ററിൽ ഉണ്ടാകും. പരാതികൾ ലഭിച്ച വിവരം രേഖപ്പെടുത്തി അതാത് വകുപ്പുകൾക്ക് കൈമാറും. 48 മണിക്കൂറിനകം വിഷയം പരിശോധിച്ച് മറുപടി നൽകും. സർക്കാർ പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഈ സംവിധാനം വഴി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഏകോപനവും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പരിപാലന ചുമതലയും നിർവഹിക്കുന്ന സിറ്റിസൺ കണക്റ്റഡ് സെന്ററിൽ ഏത് വിവരവും ശേഖരിക്കാനുള്ള നെറ്റ്വർക്ക് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നയരൂപീകരണത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം നൽകി കാര്യക്ഷമവും സുതാര്യവുമായിരിക്കുന്ന ഭരണനിർവഹണം ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് സിറ്റിസൺ കണക്റ്റഡ് സെന്ററിലൂടെ പ്രാവർത്തികമാക്കുന്നത്. 2023 140 നിയോജക മണ്ഡലങ്ങളും വിജയകരമായി സംഘടിപ്പിച്ച നവകേരള സദസ്സിലൂടെ ജനങ്ങളെ കേൾക്കുന്ന സർക്കാരിനെ കേരളം കണ്ടിരുന്നു. ഇപ്പോഴിതാ മുഴുവൻ സമയവും ജനങ്ങളെ കേൾക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിലമതിക്കുന്ന പരാതികൾ പരിഹരിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന നയങ്ങളുടെയും നടപടികളുടെയും ദുരന്തഫലം ഇന്ത്യൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജനകീയ സർക്കാരിൻ്റെ കടമകൾ ഉയർത്തിപ്പിടിച്ച് കേരളം മുന്നേറുന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന നടപടികൾ പോലും രാജ്യത്തെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കപ്പെടുന്നു. എന്തിന്? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനശിലയായ വോട്ടവകാശത്തെ ഹരിക്കുന്ന നടപടികൾ വരെ നടപ്പാക്കുന്നു. ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും ഇന്ത്യക്ക് വേറിട്ട വഴികാട്ടിയാകുകയാണ് വീണ്ടും കേരളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും. രാജ്യത്ത് ആദ്യമായി ജനങ്ങളെ നേരിട്ട് കേൾക്കാൻ വിപുലമായ സംവിധാനം ഒരുക്കിയ സർക്കാർ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതി ചേർക്കാം. ജനയുഗം പൊളിറ്റിക് പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.